വിഷയം എഗെയിൻ ഷൈൻ ടോം ചാക്കോ തന്നെടി. ഇന്ന് രാവിലെ മുതലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം. രാവിലെ 10 മണിക്ക് തന്നെ കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ടോം ചാക്കോ ഹാജരായി. പിന്നെ അവിടെ നിന്നിട്ട് പോലീസുകാരുടെ ചോദ്യത്തിന് ഉത്തരം പറച്ചിലാണ്. അപ്പോൾ ആദ്യം ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് പേടിച്ചിട്ടാണ് ഓടിപ്പോയത്, ആരോ ആക്രമിക്കാൻ വന്നു എന്ന് കരുതിയിട്ടാണ് റൂമിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അതൊരു ക്ലാരിറ്റി ഇല്ല അതിനകത്ത്. കാരണം നമ്മൾ നോർമലായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു നോർമൽ മൂഡിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വൻ വള്ളി പിടിച്ചാൽ മാത്രമേ നമ്മൾ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു വള്ളി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ ആരെങ്കിലും നമുക്കൊരു വള്ളി തരണം. ഇതൊന്നും ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യത്തിൽ പ്രത്യക്ഷത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ലഹരി അടിച്ചിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാലൂസിനേഷൻ തോന്നും. മനസ്സിലായോ? പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് സാധനമൊക്കെ അടിച്ചിരിക്കുന്ന ആളുകൾ പലരും പല ഇൻ്റർവ്യൂസിലും പറയാറുണ്ട്, നമ്മളെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കാനും കൊല്ലാനും വരുന്ന പോലത്തെ ഒരു ഫീലും മൂഡും നമുക്ക് മൈൻഡിൽ തോന്നുന്നുള്ളത്. അങ്ങനെ തോന്നിയിട്ട് ഇറങ്ങി ഓടിയതാണോ എന്നുള്ളതും അറിയില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു മൊഴി കൊടുത്തു. അതിനുശേഷം നമ്മൾ അറിയുന്നത് ഷൈൻ ടോം ചാക്കോനെ അറസ്റ്റിലായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള പരിപാടികളൊന്നും ഇതിനകത്തില്ല. ഓക്കെ, പിന്നെ എന്താണ് അപ്പോൾ അറസ്റ്റ് ചെയ്തത്, അപ്പോൾ അവിടെ എന്താ ട്വിസ്റ്റ് സംഭവിച്ചതെന്നുള്ളത് ഞാനിങ്ങനെ മൈൻഡിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇല്ല മക്കളെ, അറസ്റ്റല്ല വിഷയം, ഇതാ അടക്കണു. ആൾക്ക് എന്ത് കൊടുത്തു? ജാമ്യം കൊടുത്തു. സ്റ്റേഷൻ ജാമ്യത്തിൽ ആളെ വിട്ടയച്ചു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ രാവിലെ മുതൽ നോക്കിയാൽ ഹാജരായി, മൊഴി കൊടുത്തു. അതിനുശേഷം ടെസ്റ്റുകൾ നടത്തി, നഖവും മുടിയൊക്കെ വീണ്ടും ശ്രീനാഥ് വാസീൻ്റെ അന്ന് കൊണ്ടുപോയ അതിൽ ഷൈൻ ടോം ചാക്കോനെ കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, പിന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്കമുള്ള ആക്ടിവിറ്റി. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഈ ഷൈൻ ടോം ചാക്കോനെ അന്ന് ഏത് മുറിയിലാണോ ഡാൻസ് ആഫ് പോയി വാതിലിൽ മുട്ടിയേ, അതേ ഹോട്ടലിൻ്റെ വേറൊരു മുറിയിൽ സജീർ എന്ന് പേരുള്ള ഒരുത്തനുണ്ട്. ഓക്കെ, ഈ സജീർ എന്ന് പറഞ്ഞാൽ ലഹരി കച്ചവടം ചെയ്യുന്ന ഒരുത്തനാണ്. ഈ സജീറുമായിട്ട് അന്നേ ദിവസം 20,000 രൂപേൻ്റെ ട്രാൻസാക്ഷൻ ഷൈൻ ടോം ചാക്കോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സജീറിനെ അറിഞ്ഞിട്ടായിരിക്കണമല്ലോ ഷൈൻ ടോം ചാക്കോ 20,000 രൂപ നടത്തിയത്, അല്ലേ? അങ്ങനെയല്ലേ? ആണേ. അപ്പോൾ 20,000 രൂപ ഷൈൻ ടോം ചാക്കോ അയച്ചു കൊടുത്തത് എന്തിന് എന്നുള്ള ചോദ്യം ചോദിച്ചോട് കൂടിയിട്ട് ഷൈൻ ടോം ചാക്കോ പെട്ടു. ആ പെട്ട പെടലിൽ ഓരോന്നായിട്ട് ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് മൊഴികളിൽ തുപ്പിയിരിക്കുകയാണ്. കാണാം. ആദ്യം അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല, ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. അതിനുശേഷം കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ പലതും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യം പോലീസിനോട് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചു. മെത്തഫിറ്റമിനും കഞ്ചാവും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിരിക്കുന്നത്. പോലീസ് മൊഴിയെടുക്കുന്ന ഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം, അതായത് പോലീസ് പരിശോധനയ്ക്ക് എത്തുന്ന ദിവസം താൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന മൊഴിയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടേ തന്നെ ആക്കിയിട്ടുണ്ട്. അച്ഛൻ ഇടപെട്ടാണ് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടേ ആക്കിയത്. കൂത്താട്ടുകുളത്തെ ഡി അഡിക്ഷൻ സെന്ററിലാണ് ആക്കിയിരുന്നത്. അതിനുശേഷം 12 ദിവസങ്ങൾക്കിപ്പുറം അവിടെ നിന്ന് പോന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഷൈൻ ടോം ചാക്കോ മൊഴിയായി പോലീസിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാണ്, അല്ലെങ്കിൽ അത്തരം ചില വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത് പോലീസ്. ഇതോടൊപ്പം തന്നെ പേടിച്ചോടിയതാണ് എന്ന വാദം പോലീസ് അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലീസിൽ വന്ന് പരാതിപ്പെടാമായിരുന്നു. ഏതെങ്കിലും ഗുണ്ടകളെ ആണെന്ന് കരുതി വന്നതാണെങ്കിൽ പോലീസിൽ പരാതിപ്പെടാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് നേരെ ബോൾഗാട്ടിയിൽ പോയി അവിടെ നിന്ന് ആ ഹോട്ടലിൽ, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തു. അവിടെ നിന്ന് കാർ മാർഗം തൃശ്ശൂരിലേക്കും പാലക്കാടേക്കും തുടർന്ന് പൊള്ളാച്ചിയിലേക്കും പോയി. ഇതാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ കൊടുത്ത മൊഴി ഷൈൻ ടോം ചാക്കോൻ്റെ. പൊള്ളാച്ചിയിൽ ഇനി ആരുടെ കൂടെ, ഏത് റൂമിൽ, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരണം. കാരണം പൊള്ളാച്ചി പോയിട്ട് ഇയാൾ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. അതെനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. അങ്ങനെ പൊള്ളാച്ചി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അടക്കമുള്ള പരിപാടികൾ ചിലപ്പോൾ നടത്താനുള്ള സാധ്യത ഉണ്ട്. ഇനി അത് നടത്തിയത് കൊണ്ട് ഇപ്പോൾ രക്തത്തിലുള്ള സാമ്പിളുകൾ എടുത്താലടക്കം ഈ പരിശോധന സക്സസ് ആവാതിരിക്കാനുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
കോൺസ്പിറസി ആണ്, ബട്ട് അതൊക്കെ ചെയ്തു നോക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ കേസിലൊന്നും ഇയാളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇതിന് വലിയ കേസായിരുന്നു ഇയാൾ ആദ്യത്തെ സബ്സ്റ്റൻസ് പിടിച്ച കേസ്. ആ കേസിൽ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല, തുമ്പും പാലും ഇല്ലാതെ പോയി. ഇപ്പോൾ ഈ കേസിൽ ഇയാളെ പ്രത്യേകിച്ച് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നും നടക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇതും വേണം. ഇപ്പം എന്താണെങ്കിലും NDPS ആക്ട് 27A ഇട്ടതായിട്ട് അറിഞ്ഞു. ഓക്കെ, 27A മാത്രമല്ല, 27Aയുടെ കൂട്ടത്തിൽ 29 ഉണ്ട്. NDPS ആക്ട് 29 ഇട്ടിട്ടുണ്ട്. FIRൻ്റെ ചെറിയൊരു കോപ്പി ഞാനിവിടെ എന്താണെങ്കിലും സൈഡിൽ വയ്ക്കാം. ഇത് നേരത്തെ പറഞ്ഞ തന്നെ മൊഴികളായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ FIRൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വിവരം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ന്യൂസുകാർ വന്ന സമയത്തുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത് നമ്മൾ കുറേ കണ്ടതാണ്, നമ്മളെത്ര കണ്ടതാണ്. ഇതൊക്കെ സിമ്പിൾ ജുജുബി കേസ് എന്നുള്ളൊരു സംഗതി. ഇല്ലില്ല, നാളെ 3 മണിയാകുമ്പോൾ അവിടെ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടാവും. ചിലപ്പോൾ അല്ല, അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും കൂടെ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് വേറെ അഭിഭാഷകന്മാരൊന്നുമില്ല. അഭിഭാഷകന്മാർ രാംപിള്ള അവിടെ അടുത്തുള്ള ആൾ തന്നെയുള്ളൂ, സ്റ്റേഷൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അവൻ്റെ സ്നേഹിതന്മാരായിട്ടും വരിക. രാംപിള്ളയുള്ള അവൻ്റെ വക്കീല്. ഇല്ല, ഇതിനൊരു നിയമോപദേശം അവരുടെ പേരിൽ എടുത്തിട്ടില്ല. ഒരു നിയമോപദേശം ഞങ്ങൾ നേടിയിട്ടില്ല. കേസ് ആയിട്ടില്ലല്ലോ. കേസൊക്കെ ആയി വരുമ്പോഴല്ലേ ഇപ്പം നമുക്ക് അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. എന്നുവെച്ചാൽ നമുക്ക് കേസ് നടത്തി 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഒരു കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. അതാകുമ്പോൾ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ, കെട്ടിയെത്തിയിട്ടില്ല. ഇതിങ്ങനെ കുറേ ഓലപ്പാമ്പുകളല്ല, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോൾ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. അല്ല, കേസ് വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസ് ആവുക. ഇതിപ്പോൾ അവൻ അവിടെ വന്നു, അവൻ പോയി, ഇത്ര നല്ലത്. വേട്ടയാറിന് എന്താ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. വെറും ഓലപ്പാമ്പാണ് ഈ കാട്ടി പേടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ കോൺഫിഡൻസിലാണ് ഷൈൻ ടോം ചാക്കോൻ്റെ ഫാദർ പറയുന്നത്. ഇന്ന് കണ്ട ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഭയങ്കര സെറ്റിൽഡായി, ഭയങ്കര കാമായി, ഓട്ടവും ചാട്ടവും ഒന്നുമില്ല. പത്രമാധ്യമങ്ങളുടെ അടുത്ത് ഒരു അറഗൻസ് കാണുന്നില്ല. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ തലതാർത്തി ഇങ്ങനെ പോകുന്ന ഒരു ഷൈൻ ടോം ചാക്കോ. ആൻഡ് ഇത് കണ്ട സമയത്ത് ഞാൻ അങ്ങനെ വിചാരിച്ചത്, ഇത് ഈ പൊള്ളാച്ചിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ കൃത്യമായ നിയമോപദേശം കിട്ടിക്കാണണം, അല്ലെങ്കിൽ ഇയാൾ ഇറങ്ങി ഓടിയപ്പോൾ ഒന്നില്ലെങ്കിൽ ഇയാളിത് അടിച്ചിട്ട് ഇറങ്ങി ഓടിയതായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ എന്തെങ്കിലും കാണും. എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇയാൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡിങ് കിട്ടിയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ആൻഡ് ഇത്ര ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നടത്തുന്ന ടെസ്റ്റുകളിൽ ഇയാൾക്ക് എത്രത്തോളം നമ്മുടെ ഫോറൻസിക്കിനാണെന്നുണ്ടെങ്കിലും പല്ലും മുടിയൊക്കെ കൊണ്ടുപോയി ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ അത് ക്ഷീണമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല അത് പ്രത്യേകിച്ച് ഇതൊരു 1-2 ന്യൂസത്തെ ഒരു വൻ കേസായിട്ട് അല്ലെങ്കിൽ ന്യൂസായിട്ട് നിൽക്കുന്നല്ലാത്തതിനപ്പുറം ഷൈൻ ടോം ചാക്കോക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ തന്നെ ഇതിനകത്തുള്ളൂ. ഇനി മേജറായിട്ട് ഷൈൻ ടോം ചാക്കോക്ക് ഇനി എന്തെങ്കിലും രീതിയിൽ പെടേണ്ടതായിട്ടുള്ളൊരു സ്കീം വരികയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആ ഒരു കുറേ ലഹരി വസ്തുക്കളുമായിട്ട് പിടിച്ച ക്രിസ്റ്റീന എന്ന് വിളിപ്പേരുള്ള സിനിമയിലുള്ള തസ്ലീമ, അവരുമായിട്ടുള്ള ലഹരി ഇടപാടും ബന്ധങ്ങളെയും കുറിച്ചിട്ടുള്ള കുറേ മൊഴികൾ ഷൈൻ ടോം ചാക്കോ കൊടുത്തിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ സ്കീമാണ്. കാരണം ഇപ്പോൾ ഇട്ട NDPS ആക്ടിനകത്ത് ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ട്. ഓക്കെ, അതായത് ലഹരി ഉപയോഗം മാത്രമല്ല ഉള്ളത്, ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള പ്രേരിപ്പിക്കൽ, ഗൂഢാലോചന എന്നുള്ള പരിപാടികളിലൊക്കെ ഒരു സ്കീം 27A കിടക്കുന്നുണ്ട് NDPS ആക്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സീനുള്ള പരിപാടിയായിരിക്കും. അന്ന് തന്നെ ന്യൂസുകാർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലേഡിയെ അറിയോ, ക്രിസ്റ്റീന തസ്ലീമ എന്ന് പറഞ്ഞ ലേഡിയെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കേട്ടോട്ടാ. ഈ ആലപ്പുഴയിൽ എന്താ ഷൈൻ്റെ പേരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്? ഷൈൻജി എവിടെന്നാ കേട്ട്? അത് എക്സൈസും ഒപ്പം തന്നെ മാധ്യമങ്ങളാണ് ഇത് പറയുന്നത്. അപ്പൊ പിന്നെ അവരോട് പോയി ചോദിച്ചല്ലേ ശരിയാവും. എന്തെങ്കിലും ഒരു പങ്കുണ്ടോ ഷൈൻജി? ഇത്തരം ഒരു ആരോപണമൊക്കെ ഉയർന്നു വരാൻ നേരത്തെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? അല്ലെങ്കിൽ ഇത് വെറുതെ പറഞ്ഞു? അല്ല, ഞാനല്ലല്ലോ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, ആരാ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ അവരോട് പോയി ചോദിക്കുക. എക്സൈസ് ആവശ്യപ്പെട്ട ഷൈൻ കൂടെ പോകുമോ? അത് നിങ്ങളായും കൂടെ പോകില്ലേ?
അപ്പോൾ ഇതാണ് ഷൈൻ ടോം ചാക്കോൻ്റെ ഉത്തരം ഉണ്ടായിരുന്നത്. അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നെ. മൈക്ക് കണ്ടു ഓടി, ക്യാമറ കണ്ടു ഓടി, ഒരു ബന്ധവും ഇല്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പോകുമ്പോയിരിക്കും, അത് നിങ്ങളും പോയില്ലേ എന്നുള്ള ലൈനിൽ മൂപ്പര് അത് പറഞ്ഞിട്ട് പോയി. ഓക്കെ, എന്താണെങ്കിലും ഷൈൻ ടോം ചാക്കോ ഇനി വരും ദിവസങ്ങളിൽ റിസൾട്ട് വരും. നമ്മുടെ നഖവും മുടിയും പരിപാടികളൊക്കെ രക്തമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഷൈൻ ടോം ചാക്കോ അവിടെ നിൽക്കട്ടെ. ഇനി ഷൈൻ ടോം ചാക്കോവിനേക്കാൾ കൂടുതൽ ഷൈൻ ടോം ചാക്കോയുടെ അനിയൻ, ഇതിൻ്റെ മുമ്പ് തന്നെ ന്യൂസുകാർ ഷൈൻ ടോം ചാക്കോനെ പിടിച്ച കേസ് ചോദിച്ച സമയത്ത് ഇയാൾ റൺ കൊച്ചി റണ്ണിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കീം ഇറക്കിയ ഒരുത്തനാണ്. ചെങ്ങായി ഇന്ന് കൊടുത്ത കുറച്ച് ഉത്തരങ്ങളുണ്ട് ന്യൂസുകാർക്ക്. അടുത്ത നടപടികൾ എന്താണ് ഇനി? അല്ല, പോലീസുകാരുടെ അല്ല, ജാമ്യത്തിന് വിടുമോ? ഇന്ന് ജാമ്യത്തിന് വിടും ഇന്ന്? ഉറപ്പാണോ? നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ചേട്ടനെ എടുക്കാൻ വേണ്ടി വന്നതാണ്, ഇങ്ങോട്ട് വരാൻ വന്നതാണ്. ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? ആ, കൊണ്ടുപോയിട്ടുണ്ടാവായിരിക്കാം. എന്തേ? എനിക്കറിയില്ല, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല. നിങ്ങൾക്കറിയായിരുന്നോ? ആരാ പറഞ്ഞത്? ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയോ? എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. അത് ഇവിടെയല്ല, പാലക്കാടാ, മനോമിത്ര. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റും. നിങ്ങളാരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ? എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്, ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. നിങ്ങളാരും കൊണ്ടാക്കിയിട്ടില്ല ഡി അഡിക്ഷൻ സെന്ററിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ എന്താ എന്നെ പോലെ ഇങ്ങനെ പോവാൻ നിൽക്കുക? അപ്പം അങ്ങോട്ട് നാട്ടുകാരെല്ലാവരും കളിയാക്കണേനും ഒരു ലിമിറ്റ് ഉണ്ട് മാൻ, മനസ്സിലായോ? ഇവൻ്റെയൊക്കെ ഈ ഒരുമാതിരി കൂത്താടി സ്വഭാവം തിരിച്ചു കൊടുക്കുന്ന റിപ്ലൈ എന്തോ ഒരുമാതിരി വീരകൃത്യം ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന ഒരാളുടെ അനിയനെ പോലെയുള്ള ഡയലോഗും ചിലയാണ് ചലച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല പൊളിയുന്നത്. ഇവിടുത്തെ നിയമത്തിനെയും ഇവിടുത്തെ വ്യവസ്ഥയും എല്ലാത്തിനെയും കംപ്ലീറ്റ്ലി വെല്ലുവിളിച്ച് ന്യൂസുകാരൊക്കെ ഒരു കളിയാക്കി, മനസ്സിലായോ? ഞാൻ പോയി കിടന്നിട്ടുണ്ട്. അതിനിപ്പോൾ നിങ്ങളാരെങ്കിലും പോയി കിടന്നിട്ടുണ്ടോ? ഏട്ടൻ പോയി കിടന്നത് എനിക്ക് അറിയില്ല. ഏട്ടൻ പോയി കിടന്നപ്പോൾ ഞാൻ ഇല്ല. ആരുടെ ഇവനൊക്കെ നൈസായിട്ട് ഇവനിപ്പോൾ അടുത്തൊരു പടവും കിട്ടി. ഞാൻ അതാലോചിക്കുന്നത്, എത്ര സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തപ്പി നടക്കുന്ന ആളുകളുണ്ട്. ഇവനെപ്പോലെയുള്ള ഈ മണക്കേഷുകളെ കൊണ്ടിട്ടാണല്ലോ ഇപ്പോൾ കൊണ്ടുപോയി അഭിനയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ദുരിതം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കാരണം ഇവനൊക്കെ ഒരു അറഗൻസ് ഭയങ്കരമാണ്. മീഡിയാസിനൊക്കെ കാണിക്കുന്ന ഒരു അറഗൻസ് ഉണ്ടല്ലോ. നിങ്ങളല്ലേ പറഞ്ഞ് ജാമ്യം കിട്ടുന്നത്? കിട്ടിയോ കളിയൊക്കെ അയ്യാ, ഒരിത്തിരിങ്കിലും ഉളുപ്പും നാണോ മാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ പോകും. അതാണ് ചെയ്യേണ്ടത്. അതൊന്നും അല്ല. ഇതൊക്കെ എന്താ അറിയോ, ഷൈൻ ടോം ചാക്കോനേക്കാൾ നല്ലത് ഇവനെ പിടിച്ചിട്ട് ഒന്ന് ആത്തിട്ട് നോക്കുന്നതാ. ഇവൻ്റെ കണക്ഷൻസും ഇവൻ്റെ പരിപാടികളും എന്തൊക്കെയാണെന്നുള്ളത് അമ്മാതിരി ഹൈറ്റാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഏത് അല്ല, അന്ന് ഹോട്ടൽ ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എടുക്കാൻ താങ്കളോട് അന്ന് വിളിച്ചപ്പോ നിങ്ങൾ എന്താണ് ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം ചോദിച്ചത്? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ലേ? ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ന്യൂസ് കാണുന്ന ആളല്ല ഇപ്പോഴും റെഗുലർ ആയിട്ട്. ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും, ന്യൂസ് അധികം കാണാറില്ല ഇപ്പോൾ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ TV ഇല്ല ഇപ്പോൾ. ഞങ്ങളെ വീട്ടിൽ കേബിൾ TV ഇല്ല, അതുകൊണ്ട് ഞാൻ ന്യൂസ് കാണാറില്ല. ഞാൻ പേപ്പർ മാത്രമേ വായിക്കാറ്. ഊക്കാണ് ന്യൂസുകാർക്കിട്ടുള്ള തനി ഊക്കാണ് ഇവൻ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ന്യൂസ് കാണാൻ പറ്റും? കുറിച്ചുള്ള ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അതിനെക്കുറിച്ചുള്ള ന്യൂസും കിട്ടും. എന്താണെങ്കിലും ഷൈൻ ടോം ചാക്കോൻ്റെ ഈ ഒരു കേസിൽ ഇന്നലെ റഹീമൊക്കെ പറയുന്നത് കേട്ടു, കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്, മറന്നു പോകരുത് എന്നൊക്കെ. അല്ല, പിണറായി വിജയൻ്റെ ഒരു ഭക്തനാണ് ഷൈൻ ടോം ചാക്കോ എന്നുള്ളത് അയാളെ ഫേസ്ബുക്ക് കയറിയൊക്കെ അറിയാം. പിണറായിക്ക് ആശംസകൾ, അനുമോദനങ്ങൾ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകളൊക്കെ ചങ്ങായിട്ടതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. കാരണം ഷൈൻ ടോം ചാക്കോ ഈസ് എ ബിഗ് ഫിഷ്, മനസ്സിലായോ? ഇയാൾ ഇങ്ങനത്തെ ഒരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇയാളുടെ പിന്നാലെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇവിടുത്തെ സിസ്റ്റം പോലീസിൻ്റെ മുകളിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഫുള്ളായിട്ടാണ് ഇറങ്ങി തിരിച്ചാൽ പല വലിയ പേരുകളും കുടുങ്ങും. അപ്പോൾ ഷൈൻ ടോം ചാക്കോനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ കാര്യമാണ്.
ഷൈൻ ടോം ചാക്കോക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഷൈൻ ടോം ചാക്കോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ഞാൻ പോയി വീഡിയോ കൊടുക്കും, നിങ്ങളൊക്കെ വേണമെങ്കിൽ രക്ഷിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഇനി ഇളക്കം വരും. ഷൈൻ ടോം ചാക്കോനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഒക്കെ 2 ദിവസം കഴിഞ്ഞാൽ ഇനി ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ലേ? 3 ഫോണെങ്ങാണ്ട് ഇയാളെ കയ്യിലുണ്ട്, ഒരു ഫോൺ മാത്രം ഹാജരാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം കുറേ സ്കീമുകളുണ്ട്. എങ്ങനെയാണോ ഇയാളുടെ ആദ്യത്തെ സബ്സ്റ്റൻസ് കേസ് വാനിഷായി പോയത് അതുപോലെ തന്നെ ഇതും പോകും, ഉറപ്പാണത്. ഇതൊക്കെ ചുമ്മാ എന്താ പറയുക, നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാനുള്ള നാടകം മാത്രമാണ്. ഇതാണെങ്കിലും ഷൈൻ ടോം ചാക്കോ പരിപാടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ പോയേക്കാം, എവിടെ ചെന്ന് എത്തും നമുക്ക് നോക്കാമല്ലോ അല്ലേ.